ആരാണ് യേശു? ഹു ഈസ് ജീസസ്? ഞാനത് തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഈശ്വൻ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. ആരാണ് യേശു? ഹു ഈസ് ജീസസ്? ഞാനത് തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഹു ഈസ് ജീസസ് ഫോർ മീ? എനിക്ക് യേശു ആരാണ് എന്നുകൂടിയാണ്. ഇതൊരു അന്വേഷണമാണ്. നമുക്ക് വളരെ സാവധാനത്തിൽ ഇതിൻ്റെ ഉത്തരങ്ങൾ കിട്ടുകയും ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഈ ചോദ്യം ഞാനല്ല ചോദിക്കുന്നത്, ചരിത്രത്തിൽ അനേകം പേർ ചോദിച്ചിട്ടുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 41-ാം വാക്യത്തിൽ അപ്പസ്തോലന്മാർ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഹു ഈസ് ദിസ് മാൻ? ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. അത്ഭുതകരമായി അപ്പസ്തോലന്മാരെ രക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവർ ആശ്ചര്യപൂർവ്വം ചോദിച്ചൊരു ചോദ്യമാണ്, ഹു ഈസ് ദിസ് മാൻ? ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. ഇതേ ചോദ്യം യഥാർത്ഥത്തിൽ അപ്പസ്തോലന്മാരാണ് അപ്പോൾ ചോദിച്ചതെങ്കിലും അത് കാലങ്ങളായി ചരിത്രത്തിൽ നിലനിൽക്കുന്ന ചോദ്യമാണ്. എല്ലാ കാലത്തും മനുഷ്യർ യേശുവിനെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ചരിത്രം അതാണ് നമ്മളോട് പറയുന്നത്. ഞാൻ എൻ്റെ വ്യക്തിജീവിതത്തിൽ ഞാൻ തന്നെയും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്, ആരാണ് യേശു? ഞാൻ കുറച്ചും കൂടി മുതിർന്നപ്പോൾ യൗവനകാലത്തും ചോദിച്ചിരുന്നു, യേശു എനിക്കാരാണ്? ഞാനിപ്പോഴും ചോദിക്കുന്നു, യേശു എനിക്കാരാണ്? ഓരോ സമയത്തും എനിക്ക് ഓരോ തരത്തിലുള്ള ഉത്തരമാണ് ലഭിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ചോദിക്കുമ്പോഴും കാലങ്ങളായി നമുക്ക് ഓരോരുത്തർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് വളരെ വളരെ വ്യത്യസ്തമായ ഉത്തരങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആരാണ് യേശു എന്നത് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഉത്തരങ്ങൾ ലഭിക്കുന്നുണ്ട്. എനിക്ക് കിട്ടിയ ഒരു ഉത്തരം യേശുവാണ് സകലത്തിൻ്റെയും ഉത്തരം എന്നാണ്. അത് ശരിയാണ്, ഞാനത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ചില നേരങ്ങളിലെങ്കിലും എനിക്ക് തോന്നാറുണ്ട്, എല്ലാത്തിൻ്റെയും ഉത്തരമാണ് എന്ന് പറയുന്നതോടൊപ്പമോ അതേക്കാൾ ഉപരിയോ യേശു വലിയ ചോദ്യമാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ജീസസ് എപ്പോഴും ഒരു ചോദ്യമാണ്, ലോകത്തിൻ്റെ ചോദ്യമാണ്. ഇവൻ ആരാണ് എന്ന് നമ്മൾ ചോദിക്കുന്നത് പോലെ തന്നെ ദൈവം നമ്മളെ തേടി വന്നിട്ടും നമ്മൾ ആരാണെന്നും ചോദിക്കുന്നുണ്ട്. ആദി മാതാപിതാക്കൾ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ട് അവരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, വേർ ആർ യു? നീ എവിടെയാണ്? ആ ചോദ്യം എവിടെയാണ് എന്ന് മാത്രമല്ല, നീ ആരാണ് എന്നോർക്കുന്നുണ്ടോ എന്ന് കൂടിയാണ്. അപ്പോൾ ഞാൻ ഈശ്വരനെ അന്വേഷിക്കുമ്പോൾ ഈശ്വരൻ എനിക്ക് ഉത്തരമായി വരുന്നത് എന്നെ തന്നെ കണ്ടെത്തുന്നതിലാണ്. യേശു എനിക്കാരായിത്തീരുന്നു എന്ന ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ദൈവത്തിന് ആരാണ് എന്ന് കണ്ടെത്തുമ്പോൾ കൂടിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നിരന്തരമായി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന യേശു ആരാണ് എന്ന ചോദ്യം യഥാർത്ഥത്തിൽ യേശു എല്ലാത്തിൻ്റെയും ഉത്തരമാണ് എന്ന് പറയുന്നതിനേക്കാളും ഉപരി യേശു ഭൂമിയുടെ ചോദ്യമാകുന്നു എന്ന് പറയുന്നതാണ്. ആ ചോദ്യമാണ് നമ്മൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കേണ്ടത്. ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാലേ നമുക്ക് ജീവിതത്തിൻ്റെ ഉത്തരം ലഭിക്കുകയുള്ളൂ. ഞാൻ ഈ അടുത്ത നാളുകളിൽ ഒരു ബൈപ്പാസ് സർജറിക്ക് വിധേയനായി. അതിന് ആശുപത്രിയിൽ കിടന്നപ്പോൾ ICUവിലായിരുന്ന സമയത്ത് ഞാൻ നിർബന്ധപൂർവം ബൈബിൾ ആവശ്യപ്പെട്ടിരുന്നു.